എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഓഹരി വിപണിയിൽ നിന്ന് ലാഭം എങ്ങനെ വർദ്ധിപ്പിക്കാം, പ്രോഫിറ്റ് കണക്കാക്കുന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരിട്ടും മെസ്സേജുകൾ വഴിയും ഒരുപാട് സുഹൃത്തുക്കൾ പ്രോഫിറ്റിൽ ഇരിക്കുന്ന സ്റ്റോക്കുകൾ ഇനിയും കയറുമെന്ന് കരുതി വിറ്റുമാറാൻ മടി കാണിച്ച് വീണ്ടും തിരിച്ചിറങ്ങി വാങ്ങിയ ലെവലിൽ തന്നെ എത്തിച്ചേരുന്നതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം അറിയിക്കട്ടെ. കുറച്ച് വലിയ വിഷയമായതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് 2 വീഡിയോകളായാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ ഓഹരി വിപണിയിൽ നല്ല പരിചയമുള്ളവരെയോ അല്ലെങ്കിൽ പ്രൊഫഷണലുകളെയോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. ഇത് വിപണിയിൽ അത്ര പരിചയമില്ലാത്ത സാധാരണ നിക്ഷേപകർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം അടിസ്ഥാനപരമായുള്ള ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പ്രോഫിറ്റ് ബുക്ക് ചെയ്തു മാറുക എന്ന ഈ പ്രതിസന്ധി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ മറികടക്കാം. ഇതിനായി ആദ്യം നമുക്ക് ഓഹരി വിപണിയെ മാറ്റി നിർത്തി നിക്ഷേപകർ അറിഞ്ഞിരിക്കേണ്ട ചില പൊതുവായ കാര്യങ്ങൾ നോക്കാം. നിക്ഷേപിക്കുന്ന തുക എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകണമെന്ന് അവരവർ തന്നെ തീരുമാനിക്കുക. ഒരു ടാർഗറ്റ് നിശ്ചയിക്കുക. ഇതിനായി പരിശ്രമിക്കുക. ഇതിനായി ഒരു ഫോർമുലയുണ്ട്, റൂൾ ഓഫ് 72. ഈ ഫോർമുല കൂടുതലായും ബാങ്ക് പലിശകൾ കണക്കാക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിലും സ്റ്റോക്കുകൾക്ക് ഒരു നിശ്ചിത റിട്ടേൺ നിരക്കില്ലാത്തതിനാൽ നിങ്ങളുടെ പണം ഇരട്ടിയാക്കാൻ എത്ര സമയമെടുക്കുമെന്ന് നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് റൂൾ ഓഫ് 72 ഉപയോഗിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങളുടെ പണം ഇരട്ടിയാക്കാൻ ഏത് തരത്തിലുള്ള ശരാശരി വാർഷിക വരുമാനം ആവശ്യമാണെന്ന് കണക്കാക്കാൻ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. നിക്ഷേപകർക്ക് ഈ ഫോർമുല 2 രീതിയിൽ ഉപയോഗിക്കാം. ആദ്യത്തെ രീതിയിൽ ഈ ഫോർമുല ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപം നിലവിൽ ലഭിക്കുന്ന റിട്ടേൺ അനുസരിച്ച് എത്ര വർഷം കൊണ്ട് ഇരട്ടിയാവുമെന്നും മറ്റൊന്ന് നിക്ഷേപിച്ച തുക ഇരട്ടിയാവാൻ എത്ര ശതമാനം റിട്ടേൺ ലഭിക്കണമെന്നും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. 10,000 രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. നിലവിൽ പരമാവധി ലഭിക്കുന്ന ബാങ്ക് പലിശയായ 8% വെച്ച് ഈ 10,000 രൂപ 20,000 രൂപയാവാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കുന്നതിന് 72നെ ലഭിക്കുന്ന 8% കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ്. അതായത് 72നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന 9 വർഷമാണ് 10,000 രൂപ 8% പലിശ നിരക്കിൽ 20,000 രൂപയാവാൻ എടുക്കുന്ന സമയം. ഇത് പൊതുവെ ബാങ്ക് നിക്ഷേപം പോലുള്ള നിശ്ചിത പലിശ ലഭിക്കുന്ന നിക്ഷേപ മാർഗങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഇനി അവരവരുടെ നിക്ഷേപം എത്ര വർഷത്തിൽ ഇരട്ടിയാവണമെന്ന് തീരുമാനിച്ചതിന് ശേഷം അതിനായി എത്ര ശതമാനം റിട്ടേൺ നിങ്ങൾ ഉണ്ടാക്കേണ്ടി വരുമെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഈ ഫോർമുല മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. നിങ്ങൾ നിക്ഷേപിക്കുന്ന 10,000 രൂപ 2 വർഷം കൊണ്ട് ഇരട്ടിയാവണമെന്ന് കരുതുക. അതിനായി 72നെ 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 36% നിങ്ങൾ ഒരു വർഷത്തിൽ ഉണ്ടാക്കേണ്ടത്. ഇത് കോമ്പൗണ്ടിംഗ് അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. ഈ രീതി ഓഹരി വിപണിയിൽ ഒരു ടാർഗറ്റ് വെച്ച് ലാഭമെടുക്കുന്നതിന് ഉപയോഗിക്കാം. ചെറിയ തോതിലുള്ള പലിശ നിരക്കുകൾക്ക് റൂൾ ഓഫ് 72 ഒരു പരിധിവരെ കൃത്യത കാണിക്കുമെങ്കിലും വലിയ പലിശ നിരക്കുകൾക്ക് കുറച്ചുകൂടി കൃത്യത ലഭിക്കുന്നതിന് റൂൾ ഓഫ് 69.3 ആണ് നല്ലത്. ഇനി ഇത് ഹ്രസ്വകാല നിക്ഷേപത്തിനായുള്ള പോർട്ട്ഫോളിയോകളിൽ പ്രാവർത്തികമാക്കുന്നതെങ്ങനെ, സ്റ്റോക്കുകൾ എക്സിറ്റ് ആവേണ്ടതെങ്ങനെ, മികച്ച റിട്ടേൺ നിലനിർത്തുന്നത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദമായി തന്നെ ഉണ്ടാകും. വീഡിയോയുടെ തുടർച്ചയ്ക്കായി താല്പര്യപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. താങ്ക് യു ഫോർ വാച്ചിങ്.